നമസ്കാരം. എല്ലാവരുടെയും കുറേ നാളായിട്ടുള്ള ചോദ്യമാണ്, നീ എന്ത് ചെയ്തു എന്നാ കേട്ടോ. പാലിയക്കര ടോൾ പ്ലാസ അടച്ചു പൂട്ടിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിച്ചിരിക്കും. അത് വാശി മാത്രമല്ല, കിട്ടാത്ത സേവനം, തകാത്ത സാധനങ്ങൾ പൂട്ടിക്കും എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലിയക്കര ടോൾ പ്ലാസയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ച് അടച്ചങ്ങട് പൂട്ടി. ദേശീയപാത 544 മണ്ണൂത്തി ഇടപ്പള്ളി മേഖലയിൽ ബ്ലാക്ക് സ്പോട്ട് റെസ്ട്രിക്ഷൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത നിർമ്മാണങ്ങളുടെ പ്രവർത്തികൾ നടക്കുന്നത് മൂലം ദേശീയപാത അടച്ചുപൂട്ടാനായിട്ട് 4/4/2024 തീയതിയിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൻ്റെ നടപടിക്കുറിപ്പ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെൻറ്റിൻ്റെ 7/4/2024 തീയതിയിലെ റിപ്പോർട്ട്, ജില്ലാ പോലീസ് മേധാവി തൃശ്ശൂർ റൂറലിൻ്റെ 12/4/2025 തീയതിയിലെ റിപ്പോർട്ട്. ദേശീയപാത 544 അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പോലീസിൻ്റെ സഹായത്തോടെ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും ഉത്തരവ് തീയതി മുതൽ സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടും ഉത്തരവ് പോകുന്നു. മേൽ ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കുന്നുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി തൃശ്ശൂർ റൂറൽ ഉറപ്പുവരുത്തേണ്ടതാണ്. സുഗമമായ ഗതാഗത സൗകര്യവും ഉറപ്പാക്കുന്നതിന് ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ പറഞ്ഞ സാധനം അടച്ചുപൂട്ടി കൈ തരുമെന്ന് പറഞ്ഞാൽ കൈ തന്നിരിക്കും. അല്ലാതെ മറ്റുള്ളവൻ ഇവിടെ നിന്നിട്ട് കൊണക്കണ പോലെ ഒരു അല്ല. കിട്ടാത്ത സേവനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ അടക്കം. ടോൾ പിരിക്കാൻ കൊടുത്ത ജില്ലാ കളക്ടറാണെന്നും ആ ജില്ലാ കളക്ടറെ കൊണ്ട് തന്നെ ഞാൻ പൂട്ടിക്കുമെന്നും എൻ്റെ പഴയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി ഇതിൻ്റെ ക്രെഡിറ്റും സ്കോറൊക്കെ എടുക്കാൻ പല ന്യായീകരണ തൊഴിലാളികളും പലരും വരും. അതൊന്നും എനിക്ക് വിഷയമല്ല. ആര് വേണമെങ്കിലും ക്രെഡിറ്റ് എടുത്തോ. എന്തായാലും പൂട്ടിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിച്ചിരിക്കും. ഉത്തരവ് ഇങ്ങനെയാണ്. ദേശീയപാത 544 മണ്ണൂത്തി ഇടപ്പള്ളി മേഖലയിൽ ബ്ലാക്ക് സ്പോട്ട് റെട്രിഫിക്കേഷൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് മൂലം ദേശീയപാത ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലും വളരെ വലിയ ഗതാഗതക്കുരുക്ക് നേരിടുന്നതായി വ്യാപകമായ പരാതികൾ ലഭ്യമായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനായി ജില്ലാ കളക്ടറേറ്റ് വെച്ച് 25/2/2025 തീയതിയിലടക്കം 2 യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രസ്തുത യോഗത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്. 3/4/2025 സ്ഥലം സന്ദർശിച്ചതിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടായിട്ടില്ലതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 4/4/2025 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. അടിപ്പാത നിർമ്മാണ മേഖലയിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും പോലീസിൻ്റെ സഹായത്തോടെയും ഫ്ലാഗ്മാനെ അടക്കം നിയോഗിച്ചും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും ദേശീയപാത പ്രസ്തുത യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ മൂലം മേഖലയിലെ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നതായി 12/4/2025 തീയതിയിലെ പരിശോധനകൾ ബോധ്യപ്പെട്ടുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങളിലെ തീരുമാനങ്ങൾ പലതും ദേശീയപാത അതോറിറ്റി പാലിച്ചിട്ടുള്ളതായി കാണുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ഥലങ്ങളിൽ മതിയായ ദൂരം മുമ്പ് മുൻകരുതലുകൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും റോഡിൻ്റെ വശങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ, തകർന്ന സ്ലാബുകൾ എന്നിവ മാറ്റിയിട്ടില്ലെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്
നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ജില്ലാ പോലീസ് RDO, എൻഫോഴ്സ്മെൻറ്റ് തൃശ്ശൂർ എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മേൽവിഷയം പരിശോധിച്ച് ഇപ്രകാരം ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ പെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യമായി ഇരിക്കുകയായതിനാൽ തൃശ്ശൂർ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ കളക്ടറുമായ ഞാൻ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 152 RW 161 പ്രകാരം എന്നിവയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയും പ്രകാരം ഉത്തരവുണ്ടാകുന്നു. ഉത്തരവ് ദേശീയപാത 544 അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും ഉത്തരവ് തീയതി മുതൽ സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നവരെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവാകുന്നു. മേലുത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി തൃശ്ശൂർ റൂറൽ ഉറപ്പുവരുത്തേണ്ടതാണ്. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ വെല്ലുവിളി എനിക്കിഷ്ടമാണ്. ആ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യതയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞു. നമസ്കാരം.